നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2023 4 കോഴ്സുകൾക്കാണ് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിച്ചിരുന്നത്. എൻജിനീയറിംഗ്, മെഡിക്കൽ, അതായത് MBBS BDS ഉൾപ്പെടുന്ന മെഡിക്കൽ, ആർക്കിടെക്ചർ, ബിഫാം, ഇങ്ങനെ 4 കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആപ്ലിക്കൻസാണ് കീം 2023 അപേക്ഷകൾ സമർപ്പിച്ചിരുന്നത്. അങ്ങനെ അപേക്ഷകൾ സമർപ്പിച്ചവർക്ക് നമുക്കറിയാം, PWD വിഭാഗത്തിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്ന വിഭാഗത്തിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ അത് ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഓരോ കുട്ടിയും ഹാജരാകേണ്ടതുണ്ട്. അങ്ങനെ PWD റിസർവേഷൻ കിട്ടുകയാണെങ്കിൽ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്നുള്ള കാറ്റഗറിയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു പരീക്ഷയ്ക്കും, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണെങ്കിലും ബിഫാം ആണെങ്കിലും നീറ്റിൻ്റെ മാർക്കിനനുസരിച്ച് കേരളത്തിലെ MBBS BDS അഗ്രികൾച്ചർ വെറ്റിനറി പോലുള്ള ഏതൊരു കോഴ്സിനാണെങ്കിലും മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. കേരളത്തിൽ PWD വിഭാഗത്തിലാണ് നമ്മൾ ഏപ്രിൽ 20 വരെയായിരുന്നു അപേക്ഷിക്കാൻ സമയമുണ്ടായിരുന്നത്. അങ്ങനെ ഏപ്രിൽ 20 വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കീം 2023 അപേക്ഷകൾ കൊടുത്തപ്പോൾ PWD എന്ന് രജിസ്റ്റർ ചെയ്തവർക്ക് ഇപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാകേണ്ട നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് നോക്കാം. കീം 2023 എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നിവർക്ക് PWD വിഭാഗത്തിന് ശാരീരിക പരിശോധന. ഓൾറെഡി നമ്മൾ PWD സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല, PWD എന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തവർക്കെല്ലാം ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവുകയും അവർ വെരിഫൈ ചെയ്യുന്നതനുസരിച്ചാണ് MBBS BDS അതിൻ്റെയൊക്കെ യോഗ്യതാ മാനദണ്ഡം തീരുമാനിക്കുന്നത്. കാരണം പല ഡിസബിലിറ്റികളും MBBSനും BDSനും അയോഗ്യരാണ്. അഗ്രികൾച്ചർ, വെറ്റിനറിക്ക് ചില PWD വിഭാഗത്തിന് അയോഗ്യരാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിവിധ കോഴ്സുകൾക്ക് PWD ചില വിഭാഗങ്ങൾ അയോഗ്യരാണ്. ചിലർക്ക് അത് വളരെ 40% മുകളിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ യോഗ്യതാ മാനദണ്ഡം കിട്ടുകയും ചെയ്യും. മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല ഗവൺമെൻറ് കോളേജുകളിൽ പ്രവേശനം കിട്ടും. അങ്ങനെ ഏത് വിഭാഗത്തിലുള്ള PWD വിഭാഗമാണ്, അത് ഏതൊക്കെ കോഴ്സിന് അർഹരാണ്, ഒരു കുട്ടി മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരായാൽ ആ മെഡിക്കൽ ബോർഡ് അദ്ദേഹത്തിൻ്റെ വിവിധ ഡിസബിലിറ്റികൾ പരിശോധിച്ചതിന് ശേഷം ഈ കുട്ടി ഏതൊക്കെ കോഴ്സിന് അർഹതയാണ്, എഞ്ചിനീയറിംഗ്, ബിഫാം, MBBS BDS, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ച് ഒരു കുട്ടി ഏതിനൊക്കെ ഡിസബിലിറ്റിക്ക് PWD വിഭാഗത്തിൽ വരാൻ അർഹരാണെന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റി എത്ര % ഉണ്ടെന്നും ഈ മെഡിക്കൽ ബോർഡാണ് കേരള എൻട്രൻസ് കമ്മീഷൻ അറിയിക്കുകയും MBBSൻ്റെയും BDSൻ്റെയും മറ്റ് കോഴ്സുകളുടെ എല്ലാം പ്രവേശനം തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ PWD കാറ്റഗറിയിൽ വരാൻ വേണ്ടിയിട്ട് PWD കാറ്റഗറിയിൽ വരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ PWD എന്ന് വെക്കണമായിരുന്നു. അങ്ങനെ വെക്കാത്തവർക്ക് ഒരു ഇമെയിൽ അയച്ചുകൊണ്ട്, നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണർക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് ഈ മെഡിക്കൽ ബോർഡിൽ ഹാജരാകാം. അപ്പം ഓൾറെഡി PWD എന്ന് വെച്ചവർ ജൂൺ 5-നും 16-നും ഇടയ്ക്കാണ് തിരുവനന്തപുരത്ത് നേരിട്ട് ചെന്ന്, കഴിഞ്ഞ വർഷം ഇത് ഓരോ മെഡിക്കൽ കോളേജിലും ചെന്നിട്ടായിരുന്നു, ഇത്തവണ അങ്ങനെയല്ല. എൻട്രൻസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ, ഒരു നഴ്സിംഗ് ഹോമിൽ ജൂൺ 5 മുതൽ 16 വരെയുള്ള സമയങ്ങളിൽ അവിടെ നമ്മൾ ഹാജരായിട്ട് വേണം നമുക്ക് PWD സർട്ടിഫിക്കറ്റ് എടുക്കുകയും ഏതൊക്കെ കോഴ്സിന് അർഹതയുണ്ട്, അതിൻ്റെ PWD ബെഞ്ച് മാർക്ക് എത്ര എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ബോർഡാണ് കൂടുന്നത്. അതോടൊപ്പം തന്നെ PWD അപേക്ഷിക്കാത്തവർ ഈ കേരള എൻട്രൻസ് കമ്മീഷർക്ക് ഇമെയിൽ അയക്കുകയും ഈ 5-നും 16-നും ഇടയ്ക്കുള്ള ഡേറ്റ് അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യേണ്ടതാണ്. 2023 ഈ PWD വിഭാഗത്തിൽ വരാൻ വേണ്ടി ജൂൺ 5 മുതൽ 16 വരെ രാവിലെ 10:30 മുതൽ 30 വരെ, രാവിലെ 10:30 മുതൽ 3:30 വരെയാണ് മെഡിക്കൽ ബോർഡ് കൂടുന്നത്. തിരുവനന്തപുരം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ കോൺഫറൻസ് ഹാളിലാണ് എല്ലാ രേഖകളും സഹിതം കാൻഡിഡേറ്റ് നേരിട്ട് ഹാജരാകേണ്ടത്. അങ്ങനെ ഹാജരാകണമെങ്കിൽ നമ്മൾ PWD വെരിഫിക്കേഷൻ സ്ലിപ്പ്, ഒരു മെമ്മോ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കീമിന് 2023 അപ്ലൈ ചെയ്തവർ ഇപ്പോൾ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലിൽ പ്രവേശിച്ച് രജിസ്റ്റർ ഫോർ PWD വെരിഫിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ കുട്ടി ഈ 5 മുതൽ 16 വരെയുള്ള ഏത് ദിവസമാണ്, ഏത് സമയത്താണ് മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹാജരാകേണ്ടെന്നുള്ള സ്ലിപ്പ് നമുക്ക് ഈ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് ലഭിക്കും. ഈ വേരിഫിക്കേഷൻ സ്ലിപ്പിൽ നിന്നുള്ള പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരിക്കണം, മെഡിക്കൽ രേഖകൾ ഉണ്ടായിരിക്കണം. എന്നിവ അനുസരിച്ചാണ് നമുക്ക് അവിടെ ചെന്നിട്ട് ആ മെഡിക്കൽ ബോർഡ് ആ കുട്ടിയെ പരിശോധിക്കുകയും ഇത് ഏതൊക്കെ വിഭാഗത്തിന് അർഹരാണ്, എത്രയാണ് ഇദ്ദേഹത്തിൻ്റെ ഭിന്നശേഷി എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്നത്. ഇനി കീം 2023 ഏപ്രിൽ 20 അപേക്ഷകൾ കൊടുത്തപ്പോൾ PWD നിന്ന് വെക്കാതിരിക്കുകയും ഇപ്പോൾ 40% മുകളിൽ ഡിസബിലിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയുകയും നീറ്റ് അല്ലെങ്കിൽ കീം വഴിയൊക്കെയുള്ളൊരു പ്രവേശനം ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ കീമിന് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ, എന്നാൽ PWD നിന്ന് വെക്കാത്ത കുട്ടികൾ, PWD നിന്ന് ഓൾറെഡി വെച്ച കുട്ടികളെല്ലാം ഇപ്പോൾ തന്നെ ലിങ്കിൽ കയറിയിട്ട് ആ PWDയുടെ രജിസ്ട്രേഷൻ്റെ ഇൻവിറ്റേഷൻ്റെ ആ മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ഏത് ദിവസമാണ് അവിടെ ചെല്ലേണ്ടതെന്ന് അറിയാം. കീമിന് അപ്ലൈ ചെയ്തപ്പോൾ PWD നിന്ന് വെക്കാത്തവർ ceinfo.ce@kerala.gov.in എന്ന ഇമെയിൽ അഡ്രസ്സ് വഴി നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അവരെ അറിയിച്ചിട്ട് നമ്മളെയും കൂടെ മെഡിക്കൽ ബോർഡിൽ പരിഗണിക്കണമെന്നുള്ള വിവരം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കും 5 മുതൽ 16 വരെയുള്ള ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നതാണ്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ, അതിൽ മെഡിക്കൽ കോളേജുകളാണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിലും അഗ്രികൾച്ചർ വെറ്ററിനറി കോളേജിലൊക്കെ ആണെങ്കിൽ PWD വിഭാഗത്തിലൊരു പ്രവേശനം കിട്ടണമെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ കേരള മെഡിക്കൽ റാങ്ക് വെച്ചോ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് വെച്ചോ കേരളത്തിലെ ഒരു കോളേജുകളിൽ PWD വിഭാഗത്തിൽ മിനിമം മാർക്ക്, ഇപ്പം നീറ്റിന് മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ MBBS ഗവൺമെൻറ് കോളേജിൽ കിട്ടും PWD വിഭാഗമാണെങ്കിൽ. അങ്ങനെ കിട്ടണമെങ്കിൽ നിർബന്ധമായും ജൂൺ 5-നും 16-നും ഇടയ്ക്ക് നടക്കുന്ന ഈ വേരിഫിക്കേഷനിൽ ഉൾപ്പെടുകയും PWD സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്യേണ്ടതാണ്. കീം 2023 രജിസ്ട്രേഷന് ഏപ്രിൽ 20 അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ PWD വേരിഫിക്കേഷൻ സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് എൻ്റർ ചെയ്യുകയും ഏറ്റവും ഇടത് സൈഡിൽ രജിസ്റ്റർ ഫോർ PWD വേരിഫിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയും അതിൻ്റെ സ്ലിപ്പ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ലെറ്ററും ആവശ്യമായ മെഡിക്കൽ അനുബന്ധ രേഖകളുമായിട്ടാണ് കാൻഡിഡേറ്റ് നേരിട്ട് എന്നാണോ സ്ലോട്ട് അനുവദിച്ച് കിട്ടുന്നത് ആ ഡേറ്റിന് അവിടെ ചെല്ലേണ്ടത്. PWD വിഭാഗത്തിൽ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടു ചെല്ലേണ്ടത്, ഏത് സ്പോട്ടിലാണ് ചെല്ലേണ്ടത്, ഏത് ദിവസമാണ് ചെല്ലേണ്ടത്, അതുപോലെ തന്നെ ഏത് സമയത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഇപ്പോൾ മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. സ്ലോട്ട് അനുവദിച്ച് കഴിഞ്ഞിരിക്കുന്നു. 5 മുതൽ 16 വരെയുള്ള ദിവസത്തിൽ ഏത് ദിവസമാണ്, ഏത് ടൈമിലാണ് അവിടെ ചെല്ലേണ്ടതെന്നുള്ള സ്ലോട്ട് അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥികൾക്കും PWD നിന്ന് വെച്ച വിദ്യാർത്ഥികൾക്ക് അതനുസരിച്ച് കാൻഡിഡേറ്റ് നേരിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും ഒക്കെ PWD വിഭാഗത്തിൽ അഡ്മിഷൻ കിട്ടുകയും ഏതൊക്കെ കോഴ്സുകൾക്ക് അർഹതയുണ്ട്, പല PWD വിഭാഗത്തിനും MBBSന് അർഹതയില്ല, അങ്ങനെ ഏതൊക്കെ വിഭാഗത്തിന് അർഹതയുണ്ട് എന്ന് തിരിച്ചറിയുകയും ഒപ്പം നമ്മളുടെ ഡിസബിലിറ്റി എത്ര % ആണെന്നുള്ളത് അറിയുകയും ചെയ്യാം. അങ്ങനെ PWD സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടികൾക്ക് നീറ്റ് 2023 റിസൾട്ട് വന്നു കഴിയുമ്പോൾ കേരള മെഡിക്കൽ റാങ്ക് ക്രിയേറ്റ് ചെയ്യുകയും ആ കേരള മെഡിക്കൽ റാങ്ക് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും മിനിമം മാർക്കാണെങ്കിലും പ്രവേശനം ഉറപ്പാകുന്നതാണ്. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ ഗവൺമെൻറ് കോളേജുകളിൽ CETയിലാണെങ്കിലും TKMലൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല കോഴ്സുകൾക്ക് കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക്സിനും മെക്കാനിക്കലിനും ഒക്കെ പ്രവേശനം ലഭിക്കുവാനുള്ള ഏറ്റവും നല്ല സാഹചര്യമാണ് PWD വിഭാഗത്തിന് ലഭിക്കുന്നത്. കീം 2023 ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.